Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് നമ്മൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന 5 ടോപ്പ് സ്റ്റോക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്സ് എന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് ആ ഒരു കമ്പനിയുടെ ബിസിനസ്സിന് മുകളിൽ ഒരു ഡീസൻറ്റ് പെർസെൻറ്റേജ് ഇക്വിറ്റി സ്റ്റേക്ക് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളൊരു കമ്പനി എടുത്തു നോക്കുമ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കൂടുതലാണ് എന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് ആ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ് ഗ്രോത്തിൽ വിശ്വാസം ഉണ്ടെന്നാണ്. അപ്പോൾ പ്രൊമോട്ടേഴ്സിന് ബിസിനസ്സിന് ഫ്യൂച്ചറിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അവരതിൽ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ പ്രൊമോട്ടേഴ്സിനെ അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കൂടുന്നത് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്, അതായത് ബിസിനസ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് റിട്ടേൺസിലും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കുറയുമ്പം നമ്മുടെ മൈൻഡിലൊരു ഡൗട്ട് വരും, അതെന്താ പ്രൊമോട്ടേഴ്സിന് കമ്പനിയോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞോ എന്ന്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5 സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റോക്കുകൾ ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത കമ്പനികളാണ്. സോ നമ്മൾ ജസ്റ്റ് ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല നമ്മൾ ഇന്ന് സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 5 കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അതായത് ROCE മോർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്സ് കവർ ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കും. അതായത് ഏറ്റവും കുറവ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത കമ്പനി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കവർ ചെയ്ത കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ FB പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർ ഹൈ ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് യാൺ, ഫാബ്രിക്, അക്രിലിക് ഫൈബേഴ്സ്, ഗാർമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇന്ത്യ അതുപോലെ തന്നെ 75 രാജ്യങ്ങളിൽ ജോഗ്രഫിക്കൽ പ്രസൻസോടെ ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു ഗ്രൂപ്പ്. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അവരുടെ ടെക്സ്റ്റൈൽ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ട്രോങ് അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് റിസ്ക് പ്രൊഫൈലാണ് ഉള്ളത്. അപ്പം ഇവർ സ്റ്റീൽ സെഗ്മെൻറ്റിൽ ഒരു ചെറിയൊരു പ്ലെയർ ആണ്, എന്നാലും കോട്ടൺ, യാൻസ് അതുപോലെ തന്നെ ഫാബ്രിക് സെഗ്മെൻറ്റ്സിൽ സ്ട്രോങ് പൊസിഷൻ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവർ ലീഡിങ് അപ്പാരൽ മാനുഫാക്ചേഴ്സ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ ഒറിജിനലി 12 ലക്ഷം സ്പിൻഡിൽസ് ആണ് ഉള്ളത്. ഇത് 2026 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും അതിലേക്ക് 2,27,000 സ്പിൻഡിൽസ് കൂടി ഇവർ ആഡ് ചെയ്യും. അപ്പം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ കോട്ടൺ ബീൽസ് സംഭരിക്കുന്നതിൽ ഏറ്റവും വലിയ കമ്പനിയാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു പ്രിഫേർഡ് ബയ്യർ ആണ്. അതുപോലെ തന്നെ ഇവർക്കൊരു പ്രൈസിങ് ബെനിഫിറ്റും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കോട്ടൺ എന്ന് പറയുമ്പം എല്ലാ സീസണിലും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു സീസണൽ ക്രോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സീസൺ ടൈമിൽ ഒരുപാട് കോട്ടൺസ് വാങ്ങും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഒരു ഇൻവെൻട്രി നല്ലൊരു പോർഷൻ എടുക്കും. അതുപോലെ തന്നെ സ്റ്റീൽ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ നല്ലൊരു പോർഷൻ ഉപയോഗിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാലും പ്രൊഡക്ട്സ് സ്വന്തമാക്കാനുള്ള അവരുടെ ഉയർന്ന ചെലവ് കമ്പനിയുടെ മാർജിൻ കുറയ്ക്കാനും ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 345 rupees ആണ്. പി വരുന്നത് 7.80, ഡെറ്റ് ടു ഇക്വിറ്റി 0.19, 5 years sales CAGR 9.80, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 21.8, 1 year റിട്ടേൺസ് നെഗറ്റീവ് 12.6%, 5 years CAGR റിട്ടേൺസ് 5.76%. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. 200 DMA ദാറ്റ് ഈസ് 200 ഡേ മൂവിങ് ആവറേജ്. ഇപ്പം ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 DMA വരുന്നത് 351 ആണ്. ഇനി സെക്കൻഡ് വൺ RSI 40 ആണ്. അപ്പോൾ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ RSI വാല്യൂ എബോ 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 0.84% ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി ബജാജ് ഓട്ടോ. അപ്പോൾ ബജാജ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ ബജാജ് ഓട്ടോ 2 വീലേഴ്സ് അതുപോലെ തന്നെ 3 വീലേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 79 രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക ഒക്കെ. അപ്പോൾ ഇന്ത്യയിൽ പൂനെയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ 2007 ഫേം KTM വാങ്ങിച്ചപ്പോൾ KTM ബ്രാൻഡിൻ്റെ 14% അവർ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്ന് അവർ സ്പോർട്സ് അതുപോലെ തന്നെ സൂപ്പർ സ്പോർട്ട് 2 വീലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ KTM ബ്രാൻഡിന് 48% അവർ ഓൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ് നമ്മുടെ കമ്പനി. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഇയറിൽ ഏകദേശം 50% മോട്ടോർ സൈക്കിൾസ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബജാജിന് 18.2% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ 3rd ലാർജസ്റ്റ് പ്ലെയർ ആണ് ഇവർ. അപ്പം ഇതൊന്നും കൂടാതെ 3 വീലർ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സിംഗിൾ ലാർജസ്റ്റ് പ്ലെയർ ആണ് നമ്മുടെ കമ്പനി. ആസ് ഓഫ് 31 മാർച്ച് 2022 നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഏകദേശം 70.9% ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ 2 വീലർ സെഗ്മെൻറ്റിൽ ഒരുപാട് കോമ്പറ്റീഷൻ നമ്മുടെ കമ്പനി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആണ് ഹോണ്ട, ഹീറോ മോട്ടോകോപ്പ്, TVS മോട്ടോഴ്സ് ഒക്കെ. പിന്നെ ഈ ഒരു ഫീൽഡിൽ പ്ലെയേഴ്സൊക്കെ പുതിയ മോഡൽസ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കട്ടാവുന്നതിന് അതൊരു കാരണമാവുന്നുണ്ട്. എന്നാലും 2 വീലർ സെഗ്മെൻറ്റിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് തന്നെയാണ് ഇവർ നിലനിന്ന് പോകുന്നത്. അതായത് ടോട്ടൽ മാർക്കറ്റ് ഷെയറിൻ്റെ ഒരു 14 മുതൽ 18% റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്കൊരു ഹൈ മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യണമെങ്കിൽ എക്കോണമി സെഗ്മെൻറ്റിൽ ഇവരൊരു പ്രസൻസ് ഇവർ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഇവരുടെ ചേഞ്ച് ഇൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 1.04% ആണ്. സോ നമുക്കിനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,715 rupees ആണ്. PE വരുന്നത് 19.3, ഡെറ്റ് ടു ഇക്വിറ്റി 0, അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 years സെയിൽസ് CAGR 8.79, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 19, 1 year റിട്ടേൺസ് -0.59, 5 year റിട്ടേൺസ് 2.76, 200 DMA 3,734, RSI 14 59.37, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 63.8%. ഇനി നമ്മുടെ തേർഡ് സ്റ്റോക്ക് ബിർള സോഫ്റ്റ് ലിമിറ്റഡ്. അപ്പം ബിർള സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, കൺസൾട്ടിങ് അതുപോലെ തന്നെ റിലേറ്റഡ് ടാസ്ക് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇവരുടെ ക്ലയൻസ് ഒക്കെ മെയിൻലി വരുന്നത് ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസസ്, എനർജി റിസോഴ്സസ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ IT കൺസൾട്ടൻസീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് പൂനെയിലാണ്. അപ്പം ബിർള സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ CK ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ഡിവിഷനാണ്. അപ്പോൾ ഇവർ ഏകദേശം 10,000 ആളുകളെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കമ്പനി ബാക്കിയുള്ള IT ജയൻസായിട്ട് ഒഫീഷ്യലി അറ്റാച്ച്ഡ് ആണ്, അതായത് അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ IT ജയൻസിൽ വരുന്നതാണ് മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, SAP, AWS അങ്ങനെ ഒരുപാട്. സോ ഈ ഒരു കമ്പനികളൊക്കെ ആയിട്ട് ഒരു റെപ്യൂട്ടേഷൻ നമ്മുടെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേം ട്രാൻസ്ഫോർമേഷൻ ഡീൽസൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല എഫക്റ്റീവ് ക്ലയൻറ്റ് മൈനിങ്ങിലൂടെ $696 million ബിസിനസ്സാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ കമ്പനി അവരുടെ ഒരു ഡെഡിക്കേറ്റഡ് റിസ്ക് സ്ട്രാറ്റജീസിലൂടെ ബിർള സോഫ്റ്റ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള IT മേഖലയിൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ ഇവർ നേരിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പം ബിർള സോഫ്റ്റിൻ്റെ പ്രോഫിറ്റ് മാർജിനൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷന് കാരണമാണ്. അപ്പോൾ പ്രൈസിങ് പ്രഷർ അതുപോലെ തന്നെ വേജ് ഇൻഫ്ലേഷൻ ആയിട്ട് വൾണറബിൾ ആണ്. ഇനി കമ്പനിയുടെ നല്ലൊരു പോർഷൻ സെയിൽസ് അതുപോലെ തന്നെ മാർജിനൊക്കെ കറൻസി കൺസേൺ ആയിട്ട് സബ്ജക്റ്റഡ് ആണ്. ഇനി കമ്പനി അവരുടെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ഈ റിസ്ക് ഒരു പരിധി വരെ അവർ കുറച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇൻഡസ്ട്രി ഹൈലി ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ടാലൻസ് ഒക്കെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇനി ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 1.16% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 282 rupees ആണ്. PE വരുന്നത് 15.9 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.05, 5 years സെയിൽസ് CAGR 4.46, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.3, 1 year റിട്ടേൺസ് -33, 5 year റിട്ടേൺസ് 22.8, 200 DMA 346, RSI 14 42.45, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 41.5%. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി ഇൻഫോസിസ്. അപ്പോൾ
അപ്പോൾ ഇൻഫോസിസ് ലിമിറ്റഡ് അവരുടെ ബിസിനസ്സിൽ നിന്ന് അവരുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ്സ് നടപ്പിലാക്കാൻ സഹായിക്കുന്ന ടെക്നോളജി, കൺസൾട്ടിങ്, ഔട്ട്സോഴ്സിംഗ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ സർവീസുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ബിസിനസ്സാണ്, അതായത് TCS കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ കമ്പനി $9.5 ബില്യൺ ട്രാൻസാക്ഷൻ സെക്യൂർ ചെയ്യുന്നത് തുടരുന്നുണ്ട്. അപ്പം ഇത് റവന്യൂ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇവരുടെ പ്രീമിയം പ്രൈസിംഗ് പവർ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഷെയർ വളരുന്നതും, അതുപോലെ തന്നെ ഒരുപാട് റേഞ്ചിൽ ഇവർ സർവീസുകൾ ഓഫർ ചെയ്യുന്നതൊക്കെ വലിയ എഗ്രിമെൻസിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇവരുടെ റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തിനൊക്കെ കാരണമാക്കുകയും ചെയ്യും. അപ്പം ഇൻഫോസിസിന് ഇയർലി ബേസിൽ ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ അവരുടെ ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റ് ഒക്കെ കാരണം അവർക്കൊരു ഫേവറബിൾ റിസ്ക് പ്രൊഫൈലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ലോകമെമ്പാടുമുള്ള കസ്റ്റമേഴ്സ് IT-യിൽ സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞപ്പം ഇൻഡസ്ട്രിയുടെ കോൺട്രാക്ട് വാല്യൂവും കുറഞ്ഞു. ഇത് പ്രൊവൈഡേഴ്സിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ കൂട്ടി. അപ്പം IT ഔട്ട്സോഴ്സിംഗ് മാർക്കറ്റിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ആണ് നമ്മുടെ ഇൻഫോസിസ്. സോ നമ്മുടെ കമ്പനി ഡൊമസ്റ്റിക് IT കമ്പനികളായ TCS, അതുപോലെ തന്നെ HCL, അതുപോലെ തന്നെ വിപ്രോ ലിമിറ്റഡ് മാത്രമായിട്ടല്ല ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത്. അവർ ഇൻ്റർനാഷണൽ IT ജയൻസുമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 2.05% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്വാർട്ടറിൽ. ഇപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ₹1,565, PE 28.9, ഡെറ്റ് ടു ഇക്വിറ്റി 0.08, 5-year sales CAGR 12.2, ROE return on equity 29, 1-year returns -9.42, 5-year returns 26.7, 200 DMA 1541, RSI 14 42.89, promoters holding 15.2%. ഇനി നമ്മുടെ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് കമ്പനി ACC ലിമിറ്റഡ് ആണ്. അപ്പോൾ 1936 ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ലേഫ്രിജ് ഹോൾസിം ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇവരുടെ പ്രൈമറി ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റ്, അതുപോലെ റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ കമ്പനി കൂടുതലും ലോക്കൽ മാർക്കറ്റാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ അവർക്ക് പ്രൊഡക്ഷൻ പ്ലാൻസും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് ക്യാഷ് ഫ്ലോ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡെറ്റും ഇവർക്ക് കുറവാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ്വർക്ക് മോർ ദാൻ 25,000 crores ആണ്. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 11,359 crores ആണ്. ഇനി ആസ് ഓഫ് 31st March 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 36 മില്യൺ ടൺസ് പെർ ആനം ആണ്. അപ്പോൾ ഇവർക്ക് ലാർജ് മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, പാൻ ഇന്ത്യ പ്രസൻസ്, അതുപോലെ അംബുജ സിംസ് ഒക്കെ ആയിട്ട് സ്ട്രോങ് ഓപ്പറേഷൻ ലിങ്കേജസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇൻപുട്ട് പ്രൈസ് വോളറ്റിലിറ്റി ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാം, അതായത് റോ മെറ്റീരിയൽ പ്രൈസ്, ഫ്രൈറ്റ് ഒക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പെട്രോളിയം കോക്ക് പ്രൈസ് കൂടിയത് അവർ പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ്, സപ്ലൈ, ഓഫ് ടേക്ക്, ജോഗ്രഫിക്കൽ വേരിയബിൾസ് ഒക്കെ പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 2.15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്വാർട്ടറിൽ. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ₹2,391, PE 51.5, debt to equity 0.01, 5-year sales CAGR 8.01, ROE return on equity 14.1, 1-year returns -6.55, 5-year returns 6.39, 200 DMA 2,267, RSI 14 61.19, promoters holding 56.7%. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച 5 സ്റ്റോക്കുകൾ. അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത 5 കമ്പനികൾ. സോ ഇന്നത്തെ വീഡിയോ റെക്കമെൻഡേഷൻ അല്ല, വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. സോ നമുക്കിതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.